ഹലോ വെൽക്കം ടു anooptube. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ടെർമെക്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു പുതിയൊരു ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ആ ഉണ്ടാക്കിയ റിപ്പോസിറ്ററി നമുക്ക് എങ്ങനെയാണ് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ ആക്സസ് നമ്മുടെ ടെർമെക്സിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയൽ ആക്സസ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ മാനേജറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കണം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ഗിറ്റ് ഹബിലോട്ട് എന്തെങ്കിലും ഒരു റിപ്പോസിറ്ററി നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് പറയാവുന്നത് ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഗിറ്റ് ഹബിൽ അക്കൗണ്ട് എടുക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗിറ്റ് ഹബ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിറ്റ് ഹബിൻ്റെ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ഈ സൈനപ്പ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും അടിക്കാനുള്ളൊരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിറ്റ് ഹബ് അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളി സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ പാസ്വേഡ് സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സിമ്പിളി സൈൻ ഇൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ടാണിത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമിലാണ് നിങ്ങൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല കിട്ടുക. നിങ്ങൾക്ക് പുതിയൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ പുതിയ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് സിമ്പിൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ ഹാംബർഗർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ പറ്റും. ഓക്കെ, ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞ ടാബ് കാണാൻ പറ്റും. ഈ റിപ്പോസിറ്ററീസ് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ റിപ്പോസിറ്ററി ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ റിപ്പോസിറ്ററി നെയിം കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ടെർമെക്സ്. അപ്പോൾ ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിമ്പിളി ഒരു റിപ്പോസിറ്ററി ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിത് പബ്ലിക്കാക്കി കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് എങ്ങനെ മനസ്സിലായി, ഞാനിത് പബ്ലിക്കാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ സിമ്പിളി ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞ സംഭവം അടിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ SSH വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഗിറ്റ് ഹബ് URL നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ HTTPS വെച്ചിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് HTTPS വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ HTTPS സെലക്ട് ചെയ്യുക. അപ്പോൾ HTTPS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ URLൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് HTTPS എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ SSH ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഗിറ്റ് എന്ന് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഉറപ്പുവരുത്തുക HTTPS വെച്ചിട്ടായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. ഓക്കെ, SSH വെച്ചിട്ടുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ SSH എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിന് പക്ഷേ ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഓക്കെ, സിംപിളി നിങ്ങൾ HTTPS വെച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ HTTPS ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു URL കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ താഴത്തുള്ള കമാൻഡ്സ് നിങ്ങൾക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓൾറെഡി ഉള്ളൊരു എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററി പുഷ് ചെയ്യാനുള്ള കാര്യത്തിലാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടെർമെക്സിൽ പുതിയൊരു റിപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെർമെക്സിൽ പുതിയൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജറിൽ ഞാൻ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, പുതിയൊരു ഫോൾഡർ ന്യൂ അടിക്കുക. ന്യൂ അടിച്ച് കഴിഞ്ഞാൽ ഫോൾഡർ കൊടുക്കുക. ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം കേട്ടോ. ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞിട്ട് പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ ക്രിയേറ്റ് ആയി. ഓക്കെ, ഈ ടെർമെക്സ് ഡെമോനെയാണ് നമ്മൾ ടെർമെക്സ് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെർമെക്സ് തുറക്കുക. അപ്പോൾ ടെർമെക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോറേജ് ടെസ്റ്റിംഗ് എന്ന്. LS പറഞ്ഞാൽ ഡയറക്ടറീസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോറേജിലോട്ട് കിടക്കുകയാണ്. സ്റ്റോറേജിലോട്ട് കടന്നു. അതിനുശേഷം CD സ്റ്റോറേജ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് LS അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ DCIM എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഷെയർഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഷെയർഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. ഓക്കെ, ഈ ഷെയർഡിൻ്റെ അകത്തായിരിക്കും നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിംപ്ലി CD ഷെയർഡ് അടിക്കുക. ഓക്കെ, CD ഷെയർഡ് അടിച്ച് കഴിഞ്ഞാൽ ഷെയർഡിനകത്ത് കിടന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം CD ടെർമെക്സ് ഡെമോ എന്ന് ക്ലിക്ക് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതിൽ LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മൾ പുതിയൊരു
റിപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് അടിക്കേണ്ടത് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡാണ്. ഓക്കെ, ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എംപ്റ്റി ഗിറ്റ് റിപ്പോസിറ്ററി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. ഇനീഷ്യലൈസേഷൻ സെക്ഷനാണിത്. ഓക്കെ, അപ്പോൾ സിംപ്ലി എൻ്റർ അടിക്കുക. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് ഇനിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതി കാണിക്കും ഇനീഷ്യലൈസറെ എംപ്റ്റി ഗിറ്റ് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് ഇനീഷ്യലൈസറെ എംപ്റ്റി ഗിറ്റ് റിപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സിംപ്ലി ഇതിനെ ഗിറ്റിനൊന്ന് കോൺഫിഗർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗിറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിപ്പോസിറ്ററിക്ക് വേണ്ട ഗിറ്റ് കോൺഫിഗറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗിറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കുകയാണത് ഗിറ്റ് കോൺഫിഗ് യൂസർ ഡോട്ട് നെയിം സ്പേസ് ഇട്ടിട്ട് നമ്മുടെ പേര് കൊടുക്കുക. അപ്പോൾ എൻ്റെ യൂസർ നെയിം ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗിറ്റ് യൂസർ നെയിം നമ്മൾ ഫസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇമെയിൽ കൂടി നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗിറ്റ് കോൺഫിഗ് യൂസർ ഡോട്ട് ഇമെയിൽ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമെയിൽ ഐ ഡിയും കൊടുത്തു. അപ്പോൾ നമ്മൾ ഗിറ്റ് കോൺഫിഗർ ചെയ്തു. ഓക്കെ, ഗിറ്റ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിംപ്ലി നമ്മളിവിടെ ഒരു ഫയൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ ഫയൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഗിറ്റബിലോട്ട് പുഷ് ചെയ്യാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. സിംപ്ലി ഒരു എംപ്റ്റി ഒരു ഗിറ്റബ് റിപ്പോസിറ്ററി നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ടെർമെക്സിൽ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിംപ്ലി ഒരു ഫയൽ ഉണ്ടാക്കണം. അപ്പോൾ സിംപ്ലി ഒരു ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിംപ്ലി നമ്മുടെ ഫയൽ മാനേജറിൽ കയറുക. അതിനുശേഷം ടെർമെക്സ് ഡെമോ എടുക്കുക. നമുക്ക് ഇത് രണ്ട് എംപ്റ്റി റിപ്പോസിറ്ററിയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എംപ്റ്റി റിപ്പോസിറ്ററി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എംപ്റ്റി ആയിട്ടൊരു ഫോൾഡർ കിടക്കുന്നത്. അതിൽ നമ്മൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കുക. പുതിയൊരു ഫയൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് index.html എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ കൊടുക്കും. ഓക്കെ, ഇവിടെ index.html എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സിംപ്ലി ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെർമെക്സ് എടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ എൽ എസ് അടിക്കുക. എൽ എസ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ index.html എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിന് എന്ത് ചെയ്യണം, നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗിറ്റ്, അപ്പോൾ നമുക്ക് ഇവിടെ index.html നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഗിറ്റ് റിപ്പോസിറ്ററി സ്റ്റാറ്റസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയും. ഓക്കെ, ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറൻറ്റ് ഗിറ്റ് റിപ്പോസിറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ നോക്കിയിട്ടുണ്ട്. ഒരു കമ്മിറ്റ് ഇവിടെ വരുത്തിയിട്ടില്ല, നോ കമ്മിറ്റ് സെറ്റ്. നമുക്കിവിടെ index.html എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗിറ്റിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അതായത് നമ്മളൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗിറ്റിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അതാണ് അൺട്രാക്ക്ഡ് ഫയൽസ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഗിറ്റ് ആഡ് index.html എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റ് ആഡായി. അതായത് ഗിറ്റ് റിപ്പോസിറ്ററിയിലോട്ട് നമ്മൾ ആ ഫയൽ ആഡ് ചെയ്തു. അതിനുശേഷം ഗിറ്റ് സ്റ്റാറ്റസ് വീണ്ടും അടിക്കുക. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. കണ്ടോ, ന്യൂ ഫയൽ index.html എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂ ഫയൽ index.html എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ആഡ് ചെയ്ത സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റിലോട്ട് കമ്മിറ്റ് ചെയ്യണം. അതായത് ഗിറ്റിലൊരു ഹിസ്റ്ററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്, അത് ഗിറ്റ് വേർഷൻ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് നടിക്കുക. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ്, അതിനുശേഷം -m ഒരു മെസ്സേജ് കൊടുക്കാനുള്ളതാണ് -m. അതിനുശേഷം ഡബിൾ കോഡ്സിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇനീഷ്യൽ കമ്മിറ്റ് നടിക്കുക. ഓക്കെ, ഇനീഷ്യൽ കമ്മിറ്റ് നടിക്കുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടോ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് മോഡ് index.html എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടു. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആയി, നമ്മുടെ ഗിറ്റിലോട്ട് ആഡ് ചെയ്തിട്ട് പുതിയൊരു കമ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് പുതിയൊരു ഫയൽ, ഒരു കമ്മിറ്റ്, ഇനീഷ്യൽ കമ്മിറ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് സിംപ്ലി നമ്മളോട് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിംപ്ലി ഇതിൻ്റെ നമുക്ക് ചെയ്തിരിക്കുന്ന കമ്മിറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കേണ്ടതാണ് ഗിറ്റ് ലോഗ് എന്ന് പറയുന്ന സംഭവം. ഗിറ്റ് ലോഗ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന കമ്മിറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്തിരിക്കുന്ന കമ്മിറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഈ കമ്മിറ്റിൻ്റെ ഒരു ഹാഷ് ഉണ്ടായിരിക്കും, യുണീക്ക് ആയിട്ടൊരു ഹാഷ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്താ നമുക്ക് നിങ്ങൾ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഗിറ്റ് സീരീസ് ഉണ്ട്, അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കമാൻഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടെർമെക്സിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഗിറ്റിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗിറ്റിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അത് ലാപ്ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടെർമെക്സിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഗിറ്റ് റിപ്പോസിറ്ററി നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ടെർമെക്സിൽ ഇപ്പോൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിലുള്ള റിപ്പോസിറ്ററിയാണ്. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ് ഹബിലോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ വീണ്ടും ഗിറ്റ് ഹബ് എടുക്കണം. അപ്പോൾ ഗിറ്റ് ഹബ് എടുക്കാൻ വേണ്ടിയിട്ട് സിംപ്ലി നമ്മുടെ ഗിറ്റ് ഹബ് എടുക്കുക. അതിനുശേഷം
അതിൽ നമുക്ക് കുറച്ച് കമാൻഡ്സ് നമുക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ പുഷ് ആൻ എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററി ഫ്രം ദി കമാൻഡ് ലൈൻ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ. ഓക്കെ, നമ്മളടുത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് റിപ്പോസിറ്ററി ആണ്, കാരണം എന്താ നമ്മൾ ഓൾറെഡി ഒരു ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിലോട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടാൽ പറ്റും ജസ്റ്റ് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് സാധനം ഫസ്റ്റ് കാണിക്കുന്നുണ്ട് അല്ലേ. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഗിറ്റ് റിമോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ റിപ്പോസിറ്ററിയിലേക്കുള്ള ഒരു അഡ്രസ്സാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, https github.com നമ്മുടെ യൂസർ നെയിം ബാർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോസിറ്ററിയുടെ പേര് .git എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗിറ്റ് ബ്രാഞ്ച് -m മെയിൻ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ബ്രാഞ്ചിൻ്റെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ഗിറ്റിൽ പണ്ടൊക്കെ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആയിരുന്നു ഡിഫോൾട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാസ്റ്ററിന് വരെ മെയിൻ ആക്കിയിട്ടുണ്ട് ഗിറ്റ്ഹബ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്ററിനെ പിടിച്ചിട്ട് മെയിനിന് വേണ്ടിയിട്ട് റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ലോക്കലി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ ടെർമെക്സിൽ ഉണ്ടാക്കിയ ചേഞ്ചസ്, അതായത് നമ്മുടെ ഈ ഫോണിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് നമുക്ക് ഗിറ്റ്ഹബിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ യൂസർ നെയിം ഫോർ github.com എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ യൂസർ നെയിം കൊടുക്കുക. അനൂപ് യൂസർ നെയിം ചോദിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് പാസ്വേഡാണ്. ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ പാസ്വേഡ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ആക്സസ് കോഡ്സ് പറയും. അതായത് നമ്മുടെ പേഴ്സണൽ ആക്സസ് കോഡ്സ് പറയും. അത് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സിംപിളി നമ്മുടെ ഒരു ഗിറ്റ്ഹബ് എടുക്കുക. അതിനുശേഷം ഗിറ്റ്ഹബ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഡെവലപ്പർ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ ആക്സസ് ടോക്കൻസ് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ആക്സസ് ടോക്കൻസിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ജനറേറ്റ് എ ന്യൂ ടോക്കൺ എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. ജനറേറ്റ് എ ന്യൂ ടോക്കൺ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുക്കുന്നത് നമ്മുടെ ഫോണിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫോൺ എന്ന് കൊടുത്തു. phone_termux എന്ന് കൊടുത്തു. പേര് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ആക്സസ് ചെയ്യുന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചോദിച്ചാൽ ഇവിടുന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് കൊടുക്കുക, അപ്പോൾ റിപ്പോസിറ്ററി കൊടുക്കുക. അതിനുശേഷം വർക്ക് ഫ്ലോ കൊടുക്കുക. അതിന് റൈറ്റ് പാക്കേജ് നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കേണ്ടത് വെച്ചാൽ ഡിലീറ്റ് പാക്കേജ് എങ്ങനെ എന്തൊക്കെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ മസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത് യൂസർ. ഓക്കെ, അതിനുശേഷം ഗിസ്റ്റ്. ഓക്കെ, ഇത്ര ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് ടോക്കൺ എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. അപ്പോൾ ജനറേറ്റ് ടോക്കൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോക്കൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, ഇതിനെ കോപ്പി ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്യുക. ഞാനിവിടെ കോപ്പി ചെയ്യാണ് കേട്ടോ ഇതിനെ. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ പുതിയ ബ്രാഞ്ചിലോട്ട് പുഷ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ന്യൂ ബ്രാഞ്ച് മെയിൻ ടു മെയിൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഇവിടെയുള്ള സാധനം അവിടെ എത്തിയോ എന്ന് അറിയണമല്ലേ. അപ്പോൾ സിമ്പിളി ജസ്റ്റ് നിങ്ങളുടെ ഗിറ്റ്ഹബിൽ കയറി നോക്കുക. അപ്പോൾ ഗിറ്റ്ഹബിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ അക്കൗണ്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിപ്പോസിറ്ററീസ് എടുക്കുക. അതിനുശേഷം റിപ്പോസിറ്ററീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ റിപ്പോസിറ്ററി നിങ്ങൾ പുതിയത് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇവിടെ കാണാൻ പറ്റും. കണ്ട ടെർമെക്സ് ഡെമോ എന്ന് പറഞ്ഞ സാധനം അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണ്ടോ നിങ്ങൾ ആദ്യം കണ്ട ഇതല്ല ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു കോഡ് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യൂ കോഡ് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് index.html എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് താഴെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ടെർമെക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലോട്ട് പുഷ് ചെയ്യുന്നൊരു സംഭവം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഈ ആക്സസ് കോഡ് ഉണ്ടല്ലോ ഒരാൾക്കും ഷെയർ ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഞാനുള്ളത് ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. എൻ്റെ ഈ ആക്സസ് കോഡ് നിങ്ങൾക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് റിവോക്ക് ചെയ്യും. ഇവിടെ റിവോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അത് ഒറ്റ തവണയെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് റിവോക്ക് ചെയ്യാന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് വീണ്ടും നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഡെവലപ്പർ സെറ്റിങ്സിൽ പേഴ്സണൽ ആക്സസ് ടോക്കൻസ് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും phone_termux പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. സിംപ്ലി ഡിലീറ്റ് ദിസ് ടോക്കൺ. ഓക്കെ, അപ്പോൾ സിംപ്ലി ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ
ഇതാണ് നമ്മൾ സിംപിളി നമ്മുടെ ടെർമെക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിറ്റബ് റിപ്പോസിറ്ററിയിലോട്ട് നിങ്ങളുടെ ഫയൽസ് പുഷ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. സിംപിളി നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ലാപ്ടോപ്പ് വേണമെന്നില്ല. ഓക്കെ. പക്ഷേ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങൾക്ക് ഹൈ ആയിട്ട് കോഡിംഗ് ഒക്കെ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കും നല്ലത്. ഇത് സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഗിറ്റബ് പഠിക്കണം, ഗിറ്റ് റിപ്പോസിറ്ററി എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെർമെക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് സിംപിളി എങ്ങനെയാണ് ടെർമെക്സിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയൊരു ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗിറ്റിൻ്റെ ഒരു എൻ്റയർ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 75 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എല്ലാ ഗിറ്റിൻ്റെ ആക്സസ് കോഡ്സും, അതായത് ഗിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണയുള്ള കോഡുകൾ, അതായത് കീവേഡ്സ് എല്ലാം യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലെങ്ങനെയാണ് അതിൻ്റെ യൂസേജ് വരുന്നത്, ഗിറ്റ് പുൾ റിക്വസ്റ്റ് എന്താണ്, പുഷ് എന്താണ്, പുൾ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ടെർമെക്സിലൂടെ പഠിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞത് ടെർമെക്സിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഹിൻഡ് തന്നതാണ് എങ്ങനെയാണ് നിങ്ങൾ ടെർമെക്സിലൂടെ യൂസ് ചെയ്ത് പരിചയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഗിറ്റിൽ ഉള്ള ആ സീരീസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ടെർമെക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഗിറ്റിലുള്ള ടെർമെക്സിൻ്റെ വീഡിയോസ് നമ്മൾ എൻഡ് ചെയ്യാണ്. കാരണം ടെർമെക്സിൽ ഇത്രയേ ആവശ്യമുള്ളൂ. കാരണം നിങ്ങൾക്ക് എങ്ങനെയുള്ള പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പോലെ ചെയ്യും. അതല്ലാതെ നമ്മൾ ഓൾറെഡി ഗിറ്റ് സീരീസിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത വീഡിയോസ് നമ്മൾ വീണ്ടും ടെർമെക്സ് സീരീസ് ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.